എൻ്റെ പേര് അഫ്സൽ. ഞാൻ എന്താണ് ആലോചിക്കുന്നതെന്നല്ലേ, വേറൊന്നുമല്ല. എൻ്റെ ടീച്ചർ എന്നോട് ഒരു അസൈൻമെന്റ് തയ്യാറാക്കാൻ പറഞ്ഞു. ഞാൻ പഠിക്കുന്ന എൻ്റെ ഈ സ്കൂളിനെ കുറിച്ച്. എനിക്ക് മുന്നേ എത്രയോ മഹാരഥന്മാർ ഈ ഇടവഴിയിലൂടെ നടന്നു പോയിട്ടുണ്ട്. ഈ സ്കൂളിനെ കുറിച്ച് ആധികാരികമായി അറിയാൻ കഴിയുന്നത് ഈ സ്കൂളിന്റെ മാനേജർ ഷാനവാസ് സാർ തന്നെയാണ്. പ്രഭാത പത്രത്തിന്റെ തിരുവനന്തപുരം ലേഖകനായിരുന്ന ശ്രീ MK സാഹിബിന്റെ 5 മക്കളിൽ മൂത്ത മകനായി ജനിച്ച ശ്രീ കമാലുദ്ദീൻ, അദ്ദേഹത്തിന്റെ ജനന കൊല്ലത്താണെങ്കിലും വളർച്ചയും വിദ്യാഭ്യാസവും എല്ലാം തിരുവനന്തപുരം ജില്ലയിൽ തന്നെയായിരുന്നു. ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് ആധുനിക വിദ്യാഭ്യാസ രീതിയെ പറ്റിയും പുതിയ പുതിയ സമ്പ്രദായങ്ങളെ പറ്റിയും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. ബിരുദത്തിന് ശേഷം അദ്ദേഹത്തിന് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉദ്യോഗസ്ഥരായ ജോലി ലഭിക്കുകയും ആ സമയത്തും അദ്ദേഹത്തിന്റെ ചിന്താഗതികൾ മൊത്തവും ആധുനിക വിദ്യാഭ്യാസ രീതിയെ പറ്റിയും എന്തെല്ലാം മാറ്റങ്ങൾ അതിൽ വരുത്താൻ പറ്റും എന്നുള്ളതിനെ പറ്റിയായിരുന്നു ആലോചന. ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ജോലി ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പോവുകയും വിദേശത്തെത്തി അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചെങ്കിലും എല്ലായ്പ്പോഴും ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും വിദ്യാഭ്യാസ രീതികളെയും ഇന്ത്യൻ വിദ്യാഭ്യാസ സിസ്റ്റവും വിദേശ വിദ്യാഭ്യാസ സിസ്റ്റവും തമ്മിൽ ഉള്ള വ്യത്യാസങ്ങളും അതിലെന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളതിനെ പറ്റിയും അതൊരു ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വളരെയധികം അതിനെപ്പറ്റി പഠിക്കുകയും ഗവേഷണം നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള അദ്ദേഹത്തിന്റെ ചിന്താഗതിയും പ്രവർത്തന മികവും കൊണ്ട് കൊല്ലത്ത് ഓക്സ്ഫോർഡ് സ്കൂൾ തുടങ്ങുകയും മൂല്യബോധമുള്ള സമൂഹത്തെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം. ദീർഘവീക്ഷണവും നിഷ്ഠാശാലിയുമായ ഡോക്ടർ MK കമാലുദ്ദീൻ എന്ന ആ മഹാപ്രതിഭ തുടങ്ങിവെച്ച ഈ ഓക്സ്ഫോർഡ് സ്കൂൾ എന്ന് പറയുന്ന സ്ഥാപനം കേരള ചരിത്രത്തിന് ഒരു നാഴികക്കല്ലായി തുടരുക തന്നെ ചെയ്യും. സ്വന്തം നിഴലിനോട് പടവെട്ടി ജയിച്ച ആ മഹാപ്രതിഭ, കാലം തന്നിലേൽപ്പിച്ച മഹാദൗത്യം, ഈ വിജ്ഞാന ജ്യോതി പൊലിമ നഷ്ടപ്പെടാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ നാടിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക പൈതൃകമായി കാത്തു സൂക്ഷിക്കുന്നു. മാതൃസ്ഥലമായ കൊല്ലം കേന്ദ്രീകരിച്ച് ഒരു ആധുനിക വിദ്യാഭ്യാസം തുടങ്ങണം എന്നുള്ളത് ഡോക്ടർ കമാലുദ്ദീന്റെ ചിരകാല സ്വപ്നമായിരുന്നു. ആശ്രാമം കേന്ദ്രീകരിച്ച് 1999 ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചു. അന്നത്തെ കേരള ഗവർണറായിരുന്ന ജസ്റ്റിസ് സുഖദേവ് സിംഗ് ഖാൻ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കുട്ടികളെ വിദ്യാഭ്യാസപരമായി ശക്തരാക്കുന്നതിനും സാമൂഹിക പ്രതിബദ്ധ ഉള്ളവരാക്കി തീർക്കുക എന്ന ലക്ഷ്യമാണ് ഡോക്ടർ കമാലുദ്ദീൻ ഹാജി ഈ സ്കൂളിലൂടെ ഉദ്ദേശിച്ചത്. സ്കൂളിന്റെ ആദ്യ മാനേജിംഗ് ഡയറക്ടർ സമീർ ബിൻ കമാലായിരുന്നു. ഡോക്ടർ കജമി ആയിരുന്നു സ്കൂളിന്റെ ആദ്യ പ്രിൻസിപ്പൽ. സ്കൂളിന്റെ ആദ്യ വൈസ് പ്രിൻസിപ്പലായി ഇന്ദിരാണി മാം ചുമതലയേറ്റു. 1999 തുടങ്ങിയ ഈ സ്ഥാപനത്തിലെ ആദ്യം LKG ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ മാത്രമേ പഠനം ക്രമീകരിച്ചിരുന്നു. AC ക്ലാസ് റൂമുകളും AC ബസ്സുകളും കേരളത്തിൽ തന്നെ കൊല്ലം ഓക്സ്ഫോർഡ് സ്കൂളിന്റെ മാത്രം പ്രത്യേകതകളായിരുന്നു. ക്ലാസ് മുറികളിലെ പഠനത്തിനുപരിയായി പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം നൽകാൻ അധികൃതർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പ്രത്യേക പരിശീലനം കുട്ടികൾക്ക് നൽകപ്പെട്ടു. സ്വിമ്മിംഗ് പൂളും മറ്റു കായിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ സ്കൂളിൽ ഒരുക്കിയതോടുകൂടി നിരവധി വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ ഓക്സ്ഫോർഡ് സ്കൂളിന് കഴിഞ്ഞു. ക്ലാസ് മുറികളിലെ പാഠ്യ പ്രവർത്തനങ്ങൾക്കുപരിയായി പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടും ആത്മീയപരമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടും കൊല്ലം ഓക്സ്ഫോർഡ് സ്കൂളിന്റെ മാനേജ്മെന്റ് അക്ഷീണം പ്രയത്നിച്ചു.
അന്നത്തെ പോലെ തന്നെ നീന്തൽ കുളവും അതുപോലെ തന്നെ അമ്പെയ്ത്ത് പരിശീലനം, കുതിരസവാരി, പിന്നെ മറ്റ് കായിക പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി തന്നെ കുട്ടികൾ പഠനവും ഒപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവുറ്റവരായി മാറി. അതുപോലെ തന്നെ ക്ലാസ് മുറികളിൽ ഡിജിറ്റൽ സംവിധാനത്തെ പ്രൊജക്ടറുകളൊക്കെ സ്ഥാപിച്ച് അന്നത്തെ കാലത്ത് മറ്റ് സ്കൂളുകളിൽ എന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഓക്സ്ഫോർഡിനുണ്ടായിരുന്ന മൂല്യം അത് തന്നെയായിരുന്നു. ബാല്യ കൗമാരങ്ങൾക്ക് അറിവിന്റെ ചിറക് വെച്ച് വിജ്ഞാന നഭസിലേക്ക് പറന്നുയർന്ന വലിയ വിദ്യാർത്ഥി സമൂഹം ഈ കലാലയത്തിന്റെ മുതൽക്കൂട്ടാണ്. അറിവിൻ ശിലയിലെ പദമൂന്ന് ലോക നെറുകയിലെത്തിയ പതിനായിരങ്ങളാണ് ഈ കലാലയത്തിന്റെ കരുത്ത്. കഴിഞ്ഞ വർഷമാണ് ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്തത്. ഈ വിദ്യാലയത്തെക്കുറിച്ച് ഞാൻ അറിയാൻ ശ്രമിച്ചതിൽ എനിക്ക് ഏറ്റവും ആകർഷിച്ച അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായി തോന്നിയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റർവ്യൂവിന് മുമ്പായിട്ട് ഞാൻ ഗൂഗിളിൽ ഈ വിദ്യാലയത്തെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്യുകയുണ്ടായി. അതിൽ ഫൗണ്ടർ ചെയർമാൻ പറഞ്ഞ ഒരു വാക്യം അത് വല്ലാണ്ട് എൻ്റെ മനസ്സിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില പ്രത്യേക ഭൂമിയിൽ വളരുന്ന ചെടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്നാൽ വി ആർ മോർ ഇൻ ടു ചില പ്രത്യേക ചെടികളുണ്ട് ഏതു മണ്ണിലും വേര് കായ്ക്കുന്ന. അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷനായിട്ട് എനിക്ക് തോന്നുകയും ഓക്സ്ഫോർഡ് സ്കൂൾ വെബ്സൈറ്റിലൂടെ ഞാൻ പോകുന്ന സമയത്ത് സ്കൂളിൻ്റെ വിഷനറി അല്ലെങ്കിൽ സ്കൂളിൻ്റെ വിഷനായിട്ട് കണ്ടൊരു വാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ അറ്റ് ഇറ്റ്സ് ഫുള്ളസ്റ്റ്. സോ വിദ്യാഭ്യാസം എന്താണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം പൂർണ്ണമായ രീതിയിൽ എന്നാൽ എന്താണ് എന്ന് ഞാൻ ചെയ്യുന്ന സമയത്താണ് വെറും ഒരു IQവിൽ തളച്ചിടപ്പെടേണ്ടതല്ല വിദ്യാഭ്യാസം, മറിച്ച് അതിന് ഒരുപാട് മേഖലകളുണ്ട്. ആ മേഖലകളെക്കുറിച്ച് പറയുക മാത്രമല്ല, എല്ലാ മേഖലകളിലും അത് നൽകുകയും ആ മേഖലകളിൽ നിന്ന് അല്ലെങ്കിൽ ആ മേഖലകളിൽ ശോഭിച്ച ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളുള്ള ഒരു വിദ്യാലയമാണ് ദ ഓക്സ്ഫോർഡ് സ്കൂൾ കൊല്ലം. സന്തോഷത്തോടെ തന്നെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വർഷം അതിൻ്റെ 25ാം വാർഷികത്തിലേക്ക് ഈ വിദ്യാലയം കടക്കുകയാണ്. സ്കൂൾ പ്രിൻസിപ്പൽ എന്ന രീതിയിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്താണോ പറയുന്നത്, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്താണോ വിഭാവനം ചെയ്യുന്നത്, ഇതിനെ അനുസരിച്ചിട്ടുള്ള ഒരു പാഠ്യപദ്ധതിയാണ് ഈ വിദ്യാലയം കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമ്മളതിനെ ഒരു ഏജ് വൈസ് കാറ്റഗറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ചെറിയ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ പ്രീ പ്രൈമറി സെഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നത് EYFS എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് അപ്രോച്ച് തന്നെയാണ്. ആ ഒരു അപ്രോച്ചിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് അവിടെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ വേ മെത്തേഡ്, കുട്ടി കളിക്കുന്നു അല്ലെങ്കിൽ കളിയിലൂടെ കുട്ടി പഠിക്കുന്നു എന്നുള്ള രീതി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. മറിച്ച് മിഡിൽ സെഷനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവിടെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ് എന്നുണ്ടെങ്കിലും ഫോർ ദ നെയിം സേക്ക് നമ്മളൊരു ആക്ടിവിറ്റിയും കൊടുക്കുന്നില്ല. പക്ഷേ അവർക്ക് ഒരുപാട് ആക്ടിവിറ്റി ലഭ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് ഒരു 1.5 മണിക്കൂർ 1.5 hours എക്സ്ക്ലൂസീവ്ലി ഫോർ ആക്ടിവിറ്റി ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർക്കൊരു പ്രീ അസസ്മെൻറ്റും ഒരു പോസ്റ്റ് അസസ്മെൻറ്റും ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ കുട്ടിയുടെ ഒരു കാൽപ്പനികത അല്ലെങ്കിൽ ആ കുട്ടിയുടെ ശാരീരികമായിട്ടുള്ള ഒരു കഴിവ് ഏത് മേഖലയിലാണോ എന്നുള്ളത് കണ്ടെത്തുകയും ആ മേഖലയിൽ നമ്മൾ ട്രെയിൻ ചെയ്യുകയും അത് ഏത് രീതിയിൽ എവിടെ വരെ ആ ഒരു കഴിവ് വെച്ച് കുട്ടിക്ക് ശോഭിക്കാൻ പറ്റും, അതിൻ്റെ മാക്സിമത്തിൽ അല്ലെങ്കിൽ ഫുൾ പൊട്ടൻഷ്യലിൽ ആ കുട്ടിയെ എത്തിക്കുക എന്നുള്ള ദൗത്യത്തിലൂടെയാണ് നമ്മൾ ഈ ആക്ടിവിറ്റി പീരീഡ് നടപ്പിലാക്കുന്നത്. ഹയർ ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഓറിയൻറ്റഡ് ടീച്ചിങ് ആണ് നമ്മൾ ഹയർ ക്ലാസ്സിൽ ചെയ്യുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ഓറിയൻറ്റഡ് എന്ന് ഞാൻ പറയാൻ കാരണം, ഒരു 7ാം ക്ലാസ് മുതൽ തന്നെ ആ കുട്ടിയെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വിധേയനാക്കിക്കൊണ്ട് ഏത് മേഖലയിലാണ് അവൻ്റെ അഭിരുചി നിലനിൽക്കുന്നതെന്ന് അവനെ തന്നെ മനസ്സിലാക്കി അത് അവൻ്റെ തുടർ പഠനത്തിന് മുന്നോട്ട് പോകാൻ അവനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയ. CBSE വിദ്യാലയം ആയതുകൊണ്ട് തന്നെ ഈ കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസിനും അതുപോലെ തന്നെ എക്സാമിൽ അവരെത്രത്തോളം ശോഭിക്കുമെന്നുള്ളതെല്ലാം മുൻതൂക്കം നൽകിക്കൊണ്ട് തന്നെയാണ് ഹയർ ക്ലാസ്സിലൊരു പഠന പദ്ധതി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. മറ്റൊരു സ്പെഷ്യാലിറ്റി എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വർഷം നമ്മൾ നമ്മുടെ വിദ്യാലയത്തിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് ഒരു സബ്ജക്റ്റായിട്ട് തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകാരികമായിട്ട്
ഒരു ഇംബാലൻസ് വരുന്ന ഒരവസ്ഥയിൽ കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള ഒരു ബാലൻസ് വേണമെന്നും ഒരു ഇമോഷണൽ ബാലൻസ് അവർക്ക് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇമോഷണൽ ഇൻ്റലിജൻസ് പഠനത്തിൻ്റെ ഒരു ഭാഗമാക്കി, ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കിയിട്ട് നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഹയർ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ സീനിയർ സെക്കൻഡറിയിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവർ സയൻസ് സ്ട്രീമും അതുപോലെ കൊമേഴ്സ് സ്ട്രീമും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ കുറഞ്ഞ സമയങ്ങളിൽ ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ചും ലീഗൽ സ്റ്റഡീസിനെ കുറിച്ചും അതുപോലെ വിമൺ എംപവർമെൻറ്റിനെ കുറിച്ചും ചർച്ച ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടി നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. സോ ടോട്ടലി നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തെ എൻജോയ് ചെയ്തുകൊണ്ട് വളർന്നു വരുന്നൊരു കുട്ടി ഒരു 5ാം ക്ലാസ് അല്ലെങ്കിൽ 6ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ഇൻഡിവിജ്വൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ലേണറായിട്ട് മാറുകയും, എന്ന് വെച്ചാൽ അവൻ സ്വയം പഠിക്കുന്ന, ടീച്ചറെ ഒരു സഹായിയായി കണ്ടുകൊണ്ട് സ്വയം പഠിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുകയും 7th സ്റ്റാൻഡേർഡിൽ തന്നെ എൻ്റെ ലക്ഷ്യം എന്താണ് എന്ന്, എൻ്റെ അഭിരുചി എന്താണ് എന്ന് മനസ്സിലാക്കുകയും അതിനുള്ള ഹാർഡ് വർക്ക് തൻ്റെ ടീച്ചേഴ്സിൻ്റെ സഹായത്തോടു കൂടി ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് സീനിയർ സെക്കൻഡറി കഴിഞ്ഞ് പോകുന്ന സമയത്ത് സക്സസ്ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിന് വാല്യൂ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റിസണായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. We believe that the most precious sight in the world is the smile of a child. The most precious sound is their laugh. A child's early years can have lifelong physical, social and emotional impacts, while positive experiences and environment can set up a young child on a stronger lifelong path. A child experiences their most joyful state when they are engrossed in play. They will inventively play with anything and everything from their immediate environment, not necessarily toys, apart from engaging in any physical moments as part of their play. Such free play develops a child's gross and fine motor skills, enhances imagination, creativity, problem solving, and skills. That is what our new National Education Policy, NEP 2020, also emphasizes. Thus, through play, we can actively ensure a child's physical, social, psychological, intellectual development. We, the Oxford Kindergarten, has designed this concept and brings learning to a child through hands-on activities that resemble play. എയറോബിക്സ് എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ഉന്മേഷ ഉണർവാണ് ഉണ്ടാകുന്നത്. അവരുടെ പഠനം എന്ന സ്ട്രെസ്സിൽ നിന്നും മാനസികവും ശാരീരികവുമായ അന്തരീക്ഷത്തിലേക്ക് കുട്ടികളെ കൊണ്ടെത്തിക്കാൻ നമ്മുടെ എയറോബിക്സ് പോലുള്ള വ്യായാമങ്ങൾക്കാണ് കഴിയുന്നത്. ഒരു പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം ശാരീരികവും മാനസികവുമായ ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുട്ടിക്ക് പഠനം പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് ആരോഗ്യകരമായ ശരീരത്തെ വാർത്തെടുക്കുവാൻ അതുകൊണ്ട് പഠനത്തോടൊപ്പം തന്നെ വ്യായാമം ഒരു അത്യാവശ്യ കാര്യം തന്നെയാണ്. Today a reader, tomorrow a leader. This is a famous quoting by Margaret Fuller. See, we have about 7,000 books in this library, and some 10 or 15 magazines are also there. നമ്മൾ പറയത്തില്ലേ, ഗാഡ്ജറ്റ്സിൻ്റെ ഉപയോഗം കൂടുതലായതുകൊണ്ട് കുട്ടികൾ വായനാശീലം വളരെ കുറവാണെന്ന്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ കുട്ടികളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും വായന ഒരിക്കലും മരിക്കുന്നില്ല. ഒരു പറ്റം കുട്ടികൾ എപ്പോഴും വായനയോട് താല്പര്യമുള്ള ഒരുപാട് കുട്ടികൾ എപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കിഷ്ടമുള്ള അവർക്ക് ടേസ്റ്റുള്ള ബുക്കുകൾ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഏകദേശം ഒരു 7,000 above ബുക്സ് ഉണ്ട്. ഓൺ വേരിയസ് ടോപ്പിക്സ്. കോമിക്സ് ഉണ്ട്, ഫിക്ഷൻസ് ഉണ്ട്, പിന്നെ നമുക്ക് റെഫറൻസ് സൗകര്യങ്ങളുണ്ട്. അപ്പം റെഫറൻസ് സൗകര്യം വെച്ചാൽ അവരുടെ സ്കൂൾ പീരിയഡ് ടൈമിലും അവർക്ക് റെഫർ ചെയ്യാം. ദെൻ ബ്രേക്ക് ടൈമിലും അവർക്ക് അവരുടെ ബുക്സ് എടുത്ത് റെഫർ ചെയ്യാൻ പറ്റും. സോ ഈ 25 years ആവാൻ പോകുന്ന സമയത്ത് നമ്മുടെ സ്കൂളിൽ ഇതൊരു മൈൽ സ്റ്റോൺ തന്നെയാണ്. അപ്പോഴത്തേക്ക് 7,000 ബുക്സ് എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്തൊരു അക്ഷയ ഖനി തന്നെയാണ് നമ്മുടെ സ്കൂളിനുള്ളത്. Myself, Meera, karate instructor and ladies self-defense trainer from KOJF International, India. Okay, karate as a martial art, as you all know that, it's a martial art which gives us both physical and mental well-being for the students as well as the elders. It has no age boundaries. Okay, from here, karate, the basic belt is white belt.
which is not just a belt but the basic belt. And next level is orange and green, blue, purple, brown, all 4 levels, and last finally black belts. And always remember that karate never begins with a bow and ends with a bow. The major priority in learning karate goes for self-defense, which means one has to enhance themselves from all the surrounding threatening situations in our society. So thereby boosting their own self-confidence and their reliability in doing physical activities. So in karate, there are competitions which we are taking up students from the school for each and every levels, which means we are taking them for Trivandrum or any other states or any other district for them to participate in this, and some of the students achieve their best level and they boost their self-confidence. Even though this is more useful for students who are having some communication disorders. The Oxford School Kollam nurture our students not only with their books or bookish knowledge, but we move out of the book. The Oxford School Kollam have a vast area for their sports activities. We have a ground which is having a basketball court, a football setup, and we have indoor games too. In all total, we focus on holistic development of the child, not only the academic annual exam marks. 13 വർഷമായിട്ട് ഞാൻ ഈ സ്കൂളിലെ അധ്യാപക ബന്ധമാണ്. ഈ സ്കൂളിൽ കഴിഞ്ഞ 13 വർഷവും നല്ല കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് നല്ല ടോപ്പിലേക്ക് എത്തിക്കാനും നല്ല മാർക്ക് സ്കോർ ചെയ്യിപ്പിക്കാനും ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ഭാഗത്തോടുകൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് മാർക്ക് മേടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. സ്കൂളിൻ്റെ പ്രത്യേകത, ഈ ലാബ് തന്നെ ATL കം റോബോട്ടിക്സ് കം ലാബാണ്. എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിൽ നല്ല ഫെസിലിറ്റിയോടുകൂടി ലാബ് ചെയ്യുന്നതിനും ഏത് ആപ്ലിക്കേഷൻ എപ്പോഴും വേണമെങ്കിലും അതിന് ചെയ്ത് നോക്കുന്നതിനും ഇൻ്റർനെറ്റ് ഏത് സമയം അവൈലബിളായി വിത്ത് ദ പെർമിഷൻ ഓഫ് ടീച്ചേഴ്സിൻ്റെ പെർമിഷനോടുകൂടി ഏത് ലാബും ഇൻ്റർനെറ്റ് ഫെസിലിറ്റിയും കാര്യങ്ങളും അവർക്ക് പ്രൊവൈഡ് ചെയ്യാനും നമുക്ക് കഴിയുന്നുണ്ട്. ഇവിടെ പഠിപ്പിക്കുന്ന ടോപ്പിക്കുകൾ 11th 12th കമ്പ്യൂട്ടർ സയൻസ്, പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും, 9th 11th 12th and 10th AI application based language, CBC based AI learning. Then 1 to 8 റോബോട്ടിക്സിനെ ബേസ് ചെയ്തിട്ടും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടും ആപ്പ് ഡെവലപ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടിക്കൽ നോളജ് ലേണിംഗ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ 1ാം ക്ലാസ് മുതലേ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ദെൻ ന്യൂ ടെക്നോളജീസ് ഡെവലപ്മെൻറ്റുമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചിത്രകലയായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയും അവർക്ക് ആവശ്യമായ രീതികൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. വരയ്ക്കാൻ കഴിവുള്ള ഒരുപാട് കുട്ടികൾ ഈ സ്കൂളിലുണ്ട്. അവരെ നമ്മൾ കോമ്പറ്റീഷന് കൊണ്ടുപോവുകയും അവിടെ നിന്നുള്ള പല പല കാഴ്ചകൾ കാണാൻ പറ്റുകയും അവിടുത്തേതായ രീതിയിൽ നമുക്ക് പിന്നെ ആ രീതികൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കുട്ടികൾ വരച്ചതാണ്. ഇവർക്ക് വരയ്ക്കാനുള്ള താല്പര്യങ്ങൾ നമ്മളോട് വന്ന് ചോദിക്കുകയും സമയം ചോദിച്ച് നമ്മൾ അവരുടെ കഴിവുകൾ കണ്ടെത്തി നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ച് വിടുകയും ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് പോയ കുട്ടികൾ തന്നെ പല എക്സിബിഷനുകൾ ചെയ്ത നല്ല രീതിയിലുള്ള എക്സിബിഷൻ ചെയ്ത കുട്ടികളുണ്ട്. നന്നായിട്ട് വരയ്ക്കുന്നവരുണ്ട്, പല പല രീതിയിൽ എത്തപ്പെട്ടവരുണ്ട്. വരയെന്ന് വെച്ചാൽ പല പല രീതിയിലുള്ള വരയുണ്ട്. ഡ്രോയിങ്, പെൻസിൽ ഡ്രോയിങ് അത് ചെയ്യുന്ന കുട്ടികളുണ്ട്. പെൻസിൽ ഷെയ്ഡിങ്, ഓയിൽ പെയിൻറ്റിങ്, വാട്ടർ കളറ്, അങ്ങനെ പല പല രീതികളിലുള്ള ചിത്രങ്ങളിൽ കഴിവുള്ള കുട്ടികളുണ്ട്. ഓരോരുത്തർക്കും ഓരോ കഴിവുകളായിരിക്കും. We have activity periods specially allocated for sports and creative and literary activities. Sports activities include karate, swimming, skating, table tennis, volleyball, basketball, chess, etc. And creative activities like art, craft
and also to boost the communicative English language, we have the public speaking sessions also. All these are planned in such a way that it is at the students' best interest, and also to boost their skills, maximum skills, their maximum skills inbuilt in them. And also we celebrate the major events, so the students are also able to understand about their surroundings, have an awareness about the surroundings. We ensure that all the students are participating in all the activities. Through class teachers, we ensure that the message is going to all parents, all students, to ensure their participation in all activities, whether assemblies or celebrations or any other function, so that all the students are getting a maximum platform in our school campus. Overall, we ensure joyful and stressful learning atmosphere at Oxford School. കഴിഞ്ഞ 25 വർഷവും എന്താണോ ഇതിന്റെ ഫൗണ്ടർ ചെയർമാൻ മനസ്സിൽ ആഗ്രഹിച്ചത്, അദ്ദേഹം തന്ന നിർദ്ദേശങ്ങൾ ഏതൊക്കെ രീതിയിലായിരുന്നു, അതനുസരിച്ച് ഞങ്ങൾ എല്ലാവരും കൂട്ടായി പ്രവർത്തിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസം ഞങ്ങളിൽ ഇത്രയധികം ആധികാരികത ഉണ്ടാകാൻ കാരണം ഇവിടെ നിന്ന് പോയ കുട്ടികൾ അതാത് മേഖലകളിൽ അങ്ങേയറ്റത്തോളം അവർ വിജയിച്ചവരായി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നും പുതിയ യുഗത്തിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമോ, ഏതെല്ലാം രീതിയിലുള്ള ഫെസിലിറ്റീസ് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അത് ടെക്നോളജി വൈസ് ആയാലും ഫെസിലിറ്റി വൈസ് ആയാലും ആ രീതിയിൽ മുന്നോട്ട് പോകും എന്ന് ഞങ്ങളുടെ ട്രസ്റ്റിന്റെ പേരിലും ഈ ഓക്സ്ഫോർഡ് സ്കൂളിന്റെ പേരിലും നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. Education is in a constant flux. Adapting to it, the legacy continues.